ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ യൂട്യൂബിൽ ഡെയിലി വീഡിയോസ് കാണാറുണ്ട് അല്ലേ? നമ്മൾ ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് കാണാറുണ്ട്. അത് നമ്മൾ ചിലപ്പം ടെക്നോളജിക്കൽ പരമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ളത് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ എന്റർടൈൻമെന്റ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണ്. അപ്പോൾ ആ കാണുന്ന വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ കമന്റ് ബോക്സിൽ നമ്മൾ അത് അറിയിക്കാറുണ്ട്. അപ്പം അത് ക്രിയേറ്റ് ചെയ്ത യൂട്യൂബർക്ക് അതിനെക്കുറിച്ചുള്ള കമന്റ്സിന്റെ റിപ്ലൈ തരാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ കമന്റ്സ് അയക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല എല്ലായ്പ്പോഴും പറയുന്ന പോലെ പുതിയൊരു യൂട്യൂബ് ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാനലും കൂടി ഒന്ന് കണ്ടതിന് ശേഷം വലിയേറിയ ഒരു സബ്സ്ക്രിപ്ഷനും കൂടി ആ ചാനൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. നമ്മൾ സാധാരണ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ കാര്യങ്ങളുണ്ടെന്നെങ്കിലാണ് നമ്മൾ കമന്റ്സ് അയക്കുക അല്ലേ? ഇവിടെ ഞാൻ എൻ്റെ തന്നെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാണ്. വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വരികയാണ്. അതായത് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുറച്ച് ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമുക്ക് വന്നിരിക്കുന്ന ഡൗട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് കുറച്ചൊന്ന് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് വന്നതെന്ന് വിചാരിക്കാം. ടെക്നോളജിക്കൽ പരമായിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊരു ഡൗട്ട് വന്നു. അപ്പം ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുക, നമ്മൾ കമന്റ് ബോക്സിൽ നമ്മൾ കമന്റ് ടൈപ്പ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കമന്റ്സ് അയക്കാറുണ്ട്. പക്ഷെ നമ്മൾ അയക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കിട്ടുന്ന യൂട്യൂബർക്ക്, ആ വീഡിയോ ഉണ്ടാക്കിയ ആളുകൾക്ക് അത് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ടൈപ്പ് ചെയ്യാം. കമന്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ആരാണോ അത് വീഡിയോ ഇട്ടത് അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ബ്രദർ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഭാഗം, ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അവിടെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ടൈപ്പ് ചെയ്യേണ്ട ബ്രദർ ഇതെനിക്ക് മനസ്സിലായില്ല എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു മാർക്ക് കണ്ടില്ലേ, അതിന്റെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അത് ആ ടൈമിംഗ് ആണ്. ആ ടൈമർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. 2:16 2 മിനിറ്റും 16 സെക്കൻഡിലാണ് ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോന്റെ ആ ഒരു കറക്റ്റ് പോർഷൻ ആണത്. അതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം അവിടെ വരും. അതിനുശേഷം സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമന്റ് ഇതേപോലെയാണ് വരിക. ഇനി അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പോയിന്റ് വന്ന് നിൽക്കുന്നത് ഏത് ഓപ്ഷനാണോ നമുക്ക് മനസ്സിലാവാത്തത് ആ പോയിന്റിലാണ്. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയ ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് ഭാഗത്താണ് ഇവർക്ക് ഡൗട്ട് വന്നതെന്നുള്ളത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ കേഴ്സർ പോയിന്റ് വെക്കുക. കണ്ടില്ലേ, ആ റെഡ് മാർക്ക് വന്നിരിക്കുന്നത് അവിടെയാണ്. ഇനി നമ്മൾ കമന്റ് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അപ്രിസിയേഷൻ ചെയ്യാനാണോ എന്നൊക്കെ ആണെങ്കിൽ, ബ്രോ ഇത് അടിപൊളിയാണ് എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിംഗ് കാണിക്കുന്നില്ലേ, അത് നമുക്ക് ഫ്രണ്ടിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിലും എവിടെ വെച്ച് കഴിഞ്ഞാലും ആ ടൈമിംഗ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഞാൻ ആ ടൈം ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ആ ടൈം 4:59 എന്നുള്ളത് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ടൈപ്പ് ചെയ്യുന്നു ബ്രോ ഇത് അടിപൊളിയാണെന്ന് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ ഓപ്ഷൻ അടക്കമാണ് നമ്മുടെ കമന്റും പോവും. അതുപോലെ തന്നെ ഏത് ഭാഗത്തുള്ള കമന്റ് ആണ്, ഏത് പോയിന്റിലാണ് അത് നിൽക്കുന്നതെന്നുള്ള ആ ഒരു സെക്കൻഡ് അടക്കമുള്ള ടൈം അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ ഡൗട്ട് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് നിങ്ങളുടെ വീഡിയോ ഒന്ന് ചെയ്തു നോക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ കമന്റ്സ് അയക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അയച്ചു നോക്കൂ. അടിപൊളിയാണെന്ന് തോന്നുകയാണെങ്കിൽ കമന്റ് അറിയിക്കും.